ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഗ്രാനി സ്പെഷ്യൽ. ഞാൻ കുറേ നാളായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇന്ന് ഓട്സിൻ്റെ ഹൽവയാണ് ഉണ്ടാക്കുന്നത്. ബനാന ഓട്സ് സ്വീറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ: 2 നല്ല പഴുത്ത ബനാന, 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 കപ്പ് നിലക്കടല, 1 കപ്പ് പഞ്ചസാര, ഒരു 4.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത്രയും തന്നെ ഓട്സ്, 1 മുറി തേങ്ങയിൽ നിന്ന് എടുത്ത കട്ടി പാല്, തേങ്ങാപ്പാൽ. ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ആദ്യമായിട്ട് നമുക്ക് ഓട്സ് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് അത് വറുത്ത് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഓട്സ് ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ബനാന മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. കാരമലായി വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ബനാന മുഴുവൻ അതിലേക്ക് ചേർക്കണം. മിക്സിയിലുള്ള നേന്ത്രപ്പഴത്തിൻ്റെ മുഴുവൻ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ അതിൽ ചേർത്തി അതും കൂടെ ഇതിലേക്ക് യോജിപ്പിക്കണം. അതിനുശേഷം ഓട്സ് ചൂടാക്കിയത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ച് അതും ഇതിലേക്ക് യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം ബാക്കി അടിച്ചു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ മുഴുവൻ ഇതിലേക്ക് ചേർക്കണം. വറുത്ത് വച്ചിരിക്കുന്ന നിലക്കടല ചെറുതായി ക്രഷ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. ഈ സമയത്ത് ഏലക്ക പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ച് 1 ടീസ്പൂൺ ഇതിലേക്ക് യോജിപ്പിക്കണം. നമ്മുടെ ഓട്സ് ഹലുവ റെഡിയായി തുടങ്ങി. ഇനി ഒരു ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഓട്സിൻ്റെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് ഗ്രീസ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ.